പാരീസ് ഒളിമ്പിക്സ് ഹോക്കി വെങ്കല മെഡൽ പോരിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടുകയാണ്. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വിടവാങ്ങൽ മത്സരമാണിത്. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അനിൽ വാസുദേവ്. അനിൽ, ഇത് ലൂസേഴ്സ് ഫൈനലാണ്. നിലവിൽ സമനിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതീക്ഷ എന്താണ് ഇന്ത്യയുടേത്? എന്തായാലും വെങ്കല മെഡൽ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. ഇപ്പോൾ സ്കോർ 1-1 എന്ന തരത്തിൽ ആയിരിക്കുകയാണ്. രണ്ടാം ക്വാർട്ടർ ഇപ്പോൾ പൂർത്തിയായതേ ഉള്ളൂ. രണ്ടാം ക്വാർട്ടറിന്റെ തുടക്കത്തിലാണ് സ്പെയിൻ ആദ്യം മുന്നിലെത്തിയത്. മിറാലസിലൂടെ 18-ാം മിനിറ്റിൽ മുന്നിലെത്തി. ആ രണ്ടാം ക്വാർട്ടർ തീരുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. വീണ്ടും ഇന്ത്യയുടെ നായകൻ ഹർമൻപ്രീത് ആണ് ഇന്ത്യക്കായി ഗോൾ നേടിയത്. അങ്ങനെ 30-ാം മിനിറ്റിലെ ഗോളിലൂടെ ഇപ്പോൾ രണ്ടാം ക്വാർട്ടർ അവസാനിക്കുമ്പോൾ 1-1 എന്നതാണ് സ്കോർ. ഇനി 2 ക്വാർട്ടർ കൂടിയുണ്ട്, 15 മിനിറ്റ് വീതമുള്ള 2 ക്വാർട്ടർ. അത് പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്ക് വിജയം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും മെഡൽ നേടാനാകുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. റാങ്കിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സമീപകാലത്തെ പ്രകടനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ് ബെറ്റർ ടീം. ഇന്ത്യ ലോക റാങ്കിങ്ങിൽ 5-ാം സ്ഥാനക്കാരും സ്പെയിൻ 8-ാം സ്ഥാനക്കാരുമാണ്. ആ ഒരു കളിമികവൊക്കെ തന്നെ ഇന്ത്യക്ക് അടുത്ത 2 ക്വാർട്ടറിൽ കൂടി മികവ് പുലർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനപ്പുറം ഈ മത്സരം ഇന്ത്യ കളിക്കുന്നതിന് തന്നെ ഇതിഹാസ താരം, മലയാളി താരം PR ശ്രീജേഷിന് വേണ്ടിയാണ്. അവസാന അന്താരാഷ്ട്ര മത്സരം കളിക്കുന്ന PR ശ്രീജേഷിന് ഒരു മെഡലോടുകൂടി യാത്രയപ്പ് നൽകാൻ ഇന്ത്യക്ക് ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുജ, അതെ, ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഒളിമ്പിക്സ് ഹോക്കി ലൂസേഴ്സ് ഫൈനലിൽ 1-1.